This is 24. ഹലോ, ഗുഡ് ഈവനിങ്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ വിശദമായി ചർച്ച ചെയ്യുന്ന ഈ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വയനാടായിരുന്നു ഇതുവരെ കിറാമുട്ടി കോൺഗ്രസിന്. എ ഗ്രൂപ്പിന്റെയും ഐ ഗ്രൂപ്പിന്റെയും തീപാറുന്ന ടൈ ബ്രേക്കിംഗിന്റെ ഒടുവിൽ വയനാട് എ ഗ്രൂപ്പിന് വീണു. പ്രതീക്ഷിച്ച പോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദം ഫലം കണ്ടു. സിദ്ദിഖ് വയനാട്ടിൽ നിന്ന് ജനവിധി തേടും. ഭാഗ്യമൊത്തുവന്നാൽ, ജനവിധി ഒത്തുവന്നാൽ സിദ്ദിഖ് ഷാനവാസിന്റെ പിന്തുടർച്ചക്കാരനായി ഡൽഹിയിലേക്ക് പോകും. പക്ഷേ പ്രശ്നം തീരുന്നില്ല. വയനാട് സ്ഥാനാർത്ഥിയായാൽ ആറ്റിങ്ങലും ആലപ്പുഴയും സ്ഥാനാർത്ഥിയാകും എന്ന് പറഞ്ഞത് ശരിയായി. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും മത്സരിക്കും. പക്ഷേ വടകര അപ്പോൾ പ്രതിസന്ധിയായി തുടരുന്നു. വയനാട്ടിൽ പ്രശ്നം അവസാനിച്ചു, വടകരയിൽ പ്രതിസന്ധി രൂക്ഷമാവുന്നു. വടകരയിൽ പി ജയരാജനെ എതിരിടാൻ ആരാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി? RMP വെയിറ്റ് ചെയ്യുകയാണ്, കോൺഗ്രസിലെ അണികളും വെയിറ്റ് ചെയ്യുകയാണ്. ഇന്ന് നിശ്ചയിച്ചിരുന്ന UDF കൺവെൻഷൻ നടക്കാതെ പോയി. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചില്ല. വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടും വടകരയിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് വടകരയിലേക്ക് ഏറ്റവും ഒടുവിൽ പരിഗണിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി. കൃത്യമായ ചില നിർദ്ദേശങ്ങൾ മുകുൾ വാസ്നിക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വടകരയിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്ന് ഫാക്സ് സന്ദേശം പൊക്കൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക്. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി, അല്ലെങ്കിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി RMPയും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ നിമിഷം വരെയും തയ്യാറായിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് UDFന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വോട്ടർ പട്ടിക പൂർത്തിയാവാത്ത സാഹചര്യത്തിൽ വയനാട് എങ്ങനെയാണ് ഒരു കീസ്റ്റോൺ കോൺസ്റ്റിറ്റ്യുവൻസി ആയത്, വളരെ നിർണായകമായ ഒരു മണ്ഡലമായത് എന്നത് അന്വേഷിക്കുകയാണ് ഈ പ്രത്യേക തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിൻ. നമുക്കാദ്യം വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലേക്കൊന്ന് സഞ്ചരിക്കാം. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഭൂപടം ഒരുപക്ഷെ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒന്നല്ല. UDFന്റെ ഉറച്ച മണ്ഡലം തന്നെയാണ് വയനാട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കഴിഞ്ഞ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാനന്തവാടിയും കൽപ്പറ്റയും തിരുവമ്പാടിയും നിലമ്പൂരും LDFന് പോയപ്പോൾ സുൽത്താൻ ബത്തേരിയിലും ഏറനാട്ടും വണ്ടൂരും മാത്രമായിരുന്നു UDF സാന്നിധ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മണ്ഡലം അടിയുറച്ച UDFന്റെ ഒരു ഉറച്ച മണ്ഡലമായി കരുതുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്ന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരുമേറെ. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നിർണായകമായതും എ ഗ്രൂപ്പിന്റെ സാന്നിധ്യവും ഉമ്മൻചാണ്ടിയുടെ നിലപാടുമായിരുന്നു. സിദ്ദിഖിനെ തന്നെ കൊണ്ടുവരണം എന്ന ആഗ്രഹമായിരുന്നു പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ഷാനിമോൾ ഉസ്മാനെ മത്സരിപ്പിക്കുക എന്നത് ഐ ഗ്രൂപ്പുകാരുടെ അവകാശവാദമായിരുന്നു. കാരണം MA ഷാനവാസ് ഐ ഗ്രൂപ്പുകാരനായിരുന്നു. തുടർച്ചയായി 2 തവണ വയനാട് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വയനാട് ഇത്രയും അധികം 4 നിയമസഭാ മണ്ഡലങ്ങൾ നിലവിൽ LDFനൊപ്പം നിൽക്കുമ്പോഴും വയനാട് മണ്ഡലത്തെ ചുറ്റി എന്തിനാണ് ഇത്രയും അധികം സമ്മർദ്ദമുണ്ടായത്, തർക്കമുണ്ടായത് എന്ന് അന്വേഷിക്കുകയാണ് നമ്മൾ ആദ്യം. വയനാട് എങ്ങനെ ഒരു കീസ്റ്റോൺ കോൺസ്റ്റിറ്റ്യുവൻസി ആയി എന്നതാണ്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ ഞങ്ങളുടെ ചീഫ് ന്യൂസ് എഡിറ്റർ, സീനിയർ ന്യൂസ് എഡിറ്റർ എത്തുന്നുണ്ട്, വിജയകുമാർ. വെൽക്കം വിജയകുമാർ. നിലവിൽ വയനാട് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു കാര്യമുണ്ട് വിജയകുമാർ. ഈ കീസ്റ്റോൺ കോൺസ്റ്റിറ്റ്യുവൻസി എന്നൊരു പ്രയോഗം, അതായത് ഒരു മണ്ഡലത്തിന്റെ ആശ്രയിച്ച് നിൽക്കുന്ന മറ്റു മണ്ഡലങ്ങൾ, അതായിരുന്നു തൊട്ടു മുമ്പ് വരെയും വയനാടിന്റെ അവസ്ഥ. വയനാട് സ്ഥാനാർത്ഥിയായെങ്കിൽ ആലപ്പുഴയിലും ആറ്റിങ്ങലും വടകരയും സ്ഥാനാർത്ഥിയാകുമെന്ന് നമ്മൾ നിശ്ചയിച്ചിരുന്നു. പക്ഷേ വയനാട് സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പ്രശ്നം വടകരയിലേക്ക് പോകുന്നു. നമുക്ക് ആദ്യം വയനാട്ടിലേക്ക് വരാം. വയനാട് എങ്ങനെയാണ് ഈ നിർണായകമായ കോൺസ്റ്റിറ്റ്യുവൻസി ആയത് എന്നാണ് ആദ്യം നോക്കൂ. UDFന്റെ ഉറച്ച മണ്ഡലമാണ്. 2009 വയനാട് എന്ന ലോക്സഭാ മണ്ഡലം ഉണ്ടാവുന്നത്. ഈ ലോക്സഭാ മണ്ഡലത്തെ 2009 2014 MA ഷാനവാസിനോടൊപ്പം നിന്നു. ഒരുപക്ഷെ ഞെട്ടിക്കുന്ന ഭൂരിപക്ഷമായിരുന്നു 2009 MA ഷാനവാസ് നേടിയത്. MA ഷാനവാസ് പോലും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷം. 1,53,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് 2009 വയനാട്ടിൽ നിന്ന് MA ഷാനവാസ് പോകുന്നത്. 2014 ഭൂരിപക്ഷം കുറഞ്ഞു 20,000. പക്ഷേ MA ഷാനവാസിനെ തന്നെ അയച്ചു. അതുകൊണ്ട് തന്നെ മണ്ഡലം ഉണ്ടായതിനു ശേഷം തുടർച്ചയായി 2 തവണയും UDFനോടൊപ്പം നിന്ന മണ്ഡലം, നിർണായകമായ ന്യൂനപക്ഷ സാന്നിധ്യമുള്ള മണ്ഡലം. ഈ വയനാട് മണ്ഡലത്തിന്റെ നിയമസഭാ മണ്ഡലങ്ങളുടെ പരിശോധിച്ചു കഴിഞ്ഞാൽ 3 മണ്ഡലങ്ങളിലെങ്കിലും നിർണായകമായ ന്യൂനപക്ഷ മണ്ഡലമുണ്ട്. വണ്ടൂര്, ഈ പറയുന്ന നിലമ്പൂര്, ഏറനാട് എന്നീ സ്ഥലങ്ങളിൽ. അതുകൊണ്ടാണ് ലീഗ് ഈ മണ്ഡലം ഇടയ്ക്ക് ആവശ്യപ്പെടുകയും കൂടി ചെയ്തത്. തന്നെയുമല്ല, ലീഗിന്റെ കൂടി ഒരു അനുമതിയുള്ള, ലീഗിന് കൂടി സ്വീകാര്യനായ ഒരാളിനെ അവിടെ മത്സരിപ്പിക്കാൻ UDFന് കഴിയുകയുള്ളൂ. കോൺഗ്രസിന് മാത്രമായ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലവുമല്ല. എന്നാൽ അതൊരു കോൺഗ്രസ് മണ്ഡലമാണെന്ന് പൊതുവെ പറയുകയും ചെയ്യും. പക്ഷേ ലീഗിന് നിർണായക സ്വാധീനമുണ്ട്. അതുകൊണ്ട് ലീഗിന് ഒരുപക്ഷെ സിദ്ദിഖിനെ എങ്ങനെ അവിടെ ഉമ്മൻചാണ്ടിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ചോദ്യത്തിന് ലീഗിന്റെ നിലപാട് കൂടി അവിടെ നിർണായകമായി
പറയേണ്ടി വരും. ഒരുപക്ഷെ നമ്മൾ അധികം ഇന്ന് കാണാതെ പോയ ഒരു ക്രൂഷ്യൽ ഫാക്ടർ ആയിരുന്നു അത്. ഇപ്പൊ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അല്ലെ എ ഗ്രൂപ്പ് ശക്തമായി സിദ്ദിഖിന് വേണ്ടി നിലകൊണ്ടു. പക്ഷേ അത് ഉമ്മൻചാണ്ടിയുടെ മാത്രം താല്പര്യമായിരുന്നില്ല, അതിൽ ലീഗിന് താല്പര്യം കൂടി നമുക്ക് അങ്ങനെ കണക്കാക്കേണ്ടി വരും. കാരണം ലീഗിന് ഒരു സ്ട്രൈക്ക് ഉണ്ട്. ലീഗിന്റെ അപ്രീതിക്ക് പാത്രമായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കോൺഗ്രസിന് മത്സരിപ്പിക്കാൻ കഴിയില്ല. നേരത്തെ സമസ്ത ലീഗിനോട് അടുപ്പം പുലർത്തുന്ന സമസ്ത ആ മണ്ഡലത്തിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു UDF-നോട് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ആ നിലയിൽ അത്തരം സംഘടനകൾക്കൊക്കെ അഭിപ്രായം പറയാൻ പറ്റുന്ന നിലയിലേക്ക് അവർക്ക് സ്വാധീനമുള്ള ഒരു മേഖലയാണ്. രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഒരുപക്ഷേ സിദ്ദിഖിന് അനുകൂലമായി തീർന്നിട്ടുണ്ടാകും. എ ഗ്രൂപ്പിന്റെ പിന്തുണയ്ക്കപ്പുറം ഒന്ന്, വിജയകുമാർ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന്റെ ഒരു അദൃശ്യമായ പിന്തുണ, സമസ്തയടക്കമുള്ള നേതാക്കൾ. അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് എടുത്തിരുന്നൊരു നിലപാടുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപേ തന്നെ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരാൾ, കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരാൾ വയനാട്ടിലേക്ക് വരേണ്ടതില്ല എന്നൊരു തീരുമാനവും എടുത്തിരുന്നു. ഒരുപക്ഷെ ഇത് രണ്ടും നിർണായകമായ ഘടകമായി തീർന്നിട്ടുണ്ടാവാം സിദ്ദിഖിന്റെ ഉമ്മൻചാണ്ടിയുടെ എ ഗ്രൂപ്പ് എന്നതിനും അപ്പുറം. എനിക്ക് തോന്നുന്നു അരുൺ, എങ്ങനെയാണ് ഉമ്മൻചാണ്ടി ഈ മണ്ഡലം സിദ്ദിഖിന് വേണ്ടി പിടിച്ചു വാങ്ങിയത് എന്നത് ഒരു രാഷ്ട്രീയ സമസ്യയായിരിക്കാം. കാരണം ഒരു കാരണവശാലും എ ഗ്രൂപ്പിന് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ഒരു മണ്ഡലമാണ് വയനാട്. അത്തരമൊരു മണ്ഡലം ഒന്നിന് പകരമല്ല, ഇടുക്കി കൈവശം വെച്ചുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിന് വേണ്ടി വയനാട് പിടിച്ചു വാങ്ങി. ഇടുക്കിയും ഉണ്ട്, വയനാടുമുണ്ട്. അപ്പോൾ എങ്ങനെ ഒരുതരം സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ പറയുന്നത്, ഉമ്മൻചാണ്ടിയുടെ സർജിക്കൽ സ്ട്രൈക്ക് വയനാട്ടിൽ. സർജിക്കൽ സ്ട്രൈക്ക് ഉമ്മൻചാണ്ടി ഐ ഗ്രൂപ്പിന്റെ മണ്ഡലത്തെ ഒരു പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നതാണ് ഈ രാത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രസകരമായി നമ്മൾ അതിനെ നിരീക്ഷിച്ചാൽ വിജയകുമാർ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ക്ലിയർ സർജിക്കൽ സ്ട്രൈക്ക് ബൈ ഉമ്മൻചാണ്ടി. ഐ ഗ്രൂപ്പിന്റെ കയ്യിൽ തുടർച്ചയായി 2 വർഷം ഇരുന്ന മണ്ഡലം എ ഗ്രൂപ്പ് സ്വന്തമാക്കിയത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ, എന്തുകൊണ്ട് വയനാട് ഒരു കീസ്റ്റോൺ കോൺസ്റ്റിറ്റ്യുവൻസി ആകുന്നു? കുടിയേറ്റ കർഷകരുടെ സാന്നിധ്യം. ഈ പറയുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ബത്തേരിയും കൽപ്പറ്റയും ഈ പറയുന്ന മാനന്തവാടിയും അടക്കമുള്ള പ്രദേശങ്ങളിൽ നിർണായകമായ സാന്നിധ്യമുണ്ട് കുടിയേറ്റ കർഷകർക്ക്. ഒപ്പം ആദിവാസി വിഭാഗങ്ങളുണ്ട്, ഈ പറയുന്ന ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ടവരുമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട നിർണായകമാണ്. ഓർമ്മിക്കണം, ഇത് കഴിഞ്ഞ വർഷം 2014 ജാനു ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നു, വീരേന്ദ്രകുമാർ ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവർ രണ്ടുപേരും ഇല്ല. എന്നിട്ടും ഇത് UDF മണ്ഡലമാണ്, ഉറച്ച UDF മണ്ഡലമാണ്. ഈ മണ്ഡലത്തിന് വേണ്ടി സമ്മർദ്ദമേറുന്നു എന്നതിലാണ് കൗതുകം. UDF അവരുടെ ഒരു പൊന്നാപുരം കോട്ടയായി വയനാടിനെ കരുതുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ മണ്ഡലത്തിലെ ഒരു ഡെമോഗ്രഫി ആ നിലയിലായിരിക്കാം. ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം ആ മണ്ഡലത്തിൽ ഉണ്ടാകാം. പ്രത്യേകിച്ച് കുടിയേറ്റ കർഷകരുടെ കോൺഗ്രസ് ആഭിമുഖ്യം പുലർത്തുന്ന കുടിയേറ്റ കർഷകർ, സാധാരണ കുടിയേറ്റ കർഷകരിൽ ഒരു പ്രബല വിഭാഗമെങ്കിലും കേരള കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരാണ്. വയനാടിനെ സംബന്ധിച്ച് അങ്ങനെയല്ല കണ്ടുവരുന്നത്. അത് കോൺഗ്രസ് ആഭിമുഖ്യമുള്ള കുടിയേറ്റ കർഷകരുടെ ഒരു കേന്ദ്രീകരണമുള്ള ഒരു മണ്ഡലം എന്ന് നമുക്ക് അതിനെ ചുരുക്കത്തിൽ വിശേഷിപ്പിക്കാം. അതാണ് കോൺഗ്രസിൽ ഈ പറയുന്നത് ജയിക്കാൻ ഉറപ്പുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ ആവശ്യക്കാരേറെ ഉണ്ടാകുന്നത്. മറ്റൊന്ന് ലീഗിന്റെ, കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി അവർക്ക് കൂടി സ്വീകാരനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയ ലീഗ് ഒന്നടങ്കം അവരോടൊപ്പം നിൽക്കുന്ന ഒരു പൊതു സ്വഭാവം ആ മണ്ഡലത്തിനുണ്ട്. ഇത് രണ്ടുമായിരിക്കാം സിദ്ദിഖിനെ അവിടെ നിർത്തണമെന്ന് ഉമ്മൻചാണ്ടിക്ക് ഒരു പിടിവാശി ഉണ്ടാക്കാൻ കാരണം. ഫോർത്ത് പോയിന്റ്, ഐ ഗ്രൂപ്പിന്റെ സാന്നിധ്യം. എന്തുകൊണ്ടാണ് ഇത്രയും അധികം വയനാടിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള തടസ്സം എന്ന് ചോദിച്ചാൽ, ഐ ഗ്രൂപ്പ് പരമ്പരാഗതമായി 2 തവണയേ ഉള്ളുവെങ്കിൽ പോലും തുടർച്ചയായി ഐ ഗ്രൂപ്പിന്റെ മണ്ഡലം എന്ന് കരുതാവുന്ന ഒരു മണ്ഡലത്തെ ആണ് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടത്, എ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടത്. ഇന്ന് നടന്ന ചർച്ചയിലെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ പോലും മനസ്സിലാവും. പുറത്തേക്ക് നേരത്തെ തന്നെ രമേശ് ചെന്നിത്തല ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മാധ്യമങ്ങളെ കടന്നു. അപ്പോഴും ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നില്ല. അപ്പോൾ വയനാട് മണ്ഡലം UDFന്റെ ഉറച്ച മണ്ഡലമാണ്. UDFന്റെ ഏത് സ്ഥാനാർത്ഥിയിൽ നിന്നാലും കൈവിടാൻ കഴിയാത്ത മണ്ഡലം. ഒരു കാര്യം കൂടി പ്രേക്ഷകർ ഓർമ്മിക്കണം, ഒരുപക്ഷെ വിജയകുമാർ ശ്രദ്ധിക്കുന്നുണ്ടാവും. 2009 ഷാനവാസിന് നേടിയ ഭൂരിപക്ഷം 1,53,000 ആണെങ്കിൽ അത് 20,000 കണ്ടു കുറഞ്ഞു. പക്ഷെ 20,000 ലഭിച്ചു എന്നതാണ് പ്രാധാന്യം. കാരണം UPA ഒന്നാം സർക്കാരിന്റെ അല്ലെങ്കിൽ 2009 ഉണ്ടായിരുന്ന പെർഫോമൻസ് കാഴ്ചവെക്കാൻ, UPA രണ്ടാം സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ഷാനവാസിന്റെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പല പല അദ്ദേഹത്തിന് ആരോഗ്യപരമായ അദ്ദേഹത്തിന് ഒരു ആന്റി ഇൻകുംബൻസി, ഒരു MP എന്ന നിലയിൽ വലിയ ആന്റി ഇൻകുംബൻസി, ഏറ്റവും അധികം ആന്റി ഇൻകുംബൻസി ഉണ്ടായിരുന്ന MP ആയിരുന്നു 2014 ഷാനവാസ് മത്സരിക്കാൻ വരുന്നത്. മണ്ഡലങ്ങളിലെ പല പ്രശ്നങ്ങൾക്കും ഉത്തരം കാണാതെ പോയ ഒരു മണ്ഡലത്തിൽ പല തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു. ശ്രീചിത്ര മെഡിക്കൽ കെയറിന്റെ പുതിയ ഒരു ബ്രാഞ്ച് തുടങ്ങുമെന്ന്, വയനാട് പാക്കേജ് സംവിധാനങ്ങൾ, ഇതൊന്നും തന്നെ പാലിക്കാതെ പോയിട്ടും 2014 ശക്തമായ ആന്റി ഇൻകംബൻസി അതിജീവിച്ച ഒരു മണ്ഡലമാണ് ഈ പറയുന്ന വയനാട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2014 അതുകൊണ്ട് തന്നെ 1,53,000 നിന്ന് ഭൂരിപക്ഷം 20,870 കുറയുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷേ 20,870 എന്ന് പറഞ്ഞാലും അതൊരു
അതൊരു പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. യു ഡി എഫിനെ സംബന്ധിച്ച് ശക്തമായ ആന്റി ഇൻകംബൻസി നിലവിലിരിക്കുമ്പോഴും 20,720 വോട്ടുകൾ നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മറ്റൊരു ഡാറ്റയിലേക്ക് പോയി കഴിഞ്ഞാൽ നിലവിൽ വയനാട്ടിൽ ഉള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിലെ 4 മണ്ഡലങ്ങൾ LDF-ന്റെ കയ്യിലാണെങ്കിലും തത്വത്തിൽ ഭൂരിപക്ഷം മൊത്തം നമ്മൾ കണക്കിലെടുത്ത് നോക്കിയാൽ 2016-ൽ 17,000-ലധികം വോട്ടുകൾക്ക് അപ്പോഴും UDF-നാണ് മുൻതൂക്കമുള്ളത്. ഈ കണക്കും അവർക്ക് ബാധകമാണ്. അത് എങ്ങനെ പോയാലും UDF സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുകയുള്ളൂ എന്നൊരു ടോട്ടൽ UDF കോൺസ്റ്റിറ്റ്യുവൻസി അല്ലെങ്കിൽ 100% വിന്നബിലിറ്റി ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി. തീർച്ചയായും അങ്ങനെ തന്നെ അതിനെ വിലയിരുത്താം. എനിക്ക് തോന്നുന്നത് സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി കൂടി നമുക്കൊന്ന് പറയണം. എന്തുകൊണ്ട് സിദ്ദിഖിന് വേണ്ടി ഉമ്മൻചാണ്ടി ഇത്രയും അവിടെ പിടിവാശി കാട്ടി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. സിദ്ദിഖിന് വയനാട് കൊടുക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ അവസാന നിമിഷം വരെ ചർച്ചയുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെ ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നു തുടക്കത്തിൽ തന്നെ ഹൈക്കമാൻഡിന്റെ തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഷാനിമോൾ ഉസ്മാനെ പോലെ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ വിജയിക്കുന്ന മണ്ഡലത്തിൽ തന്നെ വനിത നിർത്തി വിജയിപ്പിച്ചെടുക്കണം എന്നുള്ളത് ഹൈക്കമാൻഡ് വളരെ ശക്തമായ നിർദ്ദേശം കൊടുത്തിരുന്നതാണ്. എന്നിട്ടും വയനാട് മണ്ഡലത്തിൽ സിദ്ദിഖും ഷാനിമോൾ ഉസ്മാനും തമ്മിലുള്ള പോരാട്ടത്തിൽ പൊരിഞ്ഞ പോരാട്ടത്തിൽ A ഗ്രൂപ്പും I ഗ്രൂപ്പും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തിൽ സിദ്ദിഖ് വിജയിക്കുന്നു. ഉമ്മൻചാണ്ടി വിജയിച്ചു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി തമ്മിലുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി ഒരിക്കൽ കൂടി വിജയിച്ചു എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. വയനാട്ടിന്റെ കാര്യത്തിൽ സിദ്ദിഖിനെ കുറിച്ച് പറഞ്ഞു വന്നു. സിദ്ദിഖ് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഒരു ഗ്രൂപ്പ് മാനേജർ എന്ന നിലയിൽ ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു ടി സിദ്ദിഖ്. ബെന്നി ബെഹ്നാനെ പോലെ അല്ലെങ്കിൽ തമ്പാനൂർ രവിയെ പോലെയൊക്കെ ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ്. പൊളിറ്റിക്കൽ സെക്രട്ടറി. എക്സാക്ട്ലി, അതാണ് കറക്റ്റ്. അത്തരം ഒരു നേതാവായിരുന്നു ടി സിദ്ദിഖ്. ഏറ്റവും ക്രൈസിസ് ഉള്ള സമയത്തും ചാനലുകളിൽ ഒരു നേതാക്കളും ഡിഫെൻഡ് ചെയ്യാൻ വരാതിരിക്കുന്ന ഘട്ടത്തിലും ഉമ്മൻചാണ്ടിയെ ഡിഫെൻഡ് ചെയ്ത നേതാവായിരുന്നു ടി സിദ്ദിഖ്. ഉമ്മൻചാണ്ടിക്ക് ഒരു കുറ്റബോധമുണ്ട്. ഇത്രയും നാളായിട്ട് സിദ്ദിഖിന് ഒരു ജയിക്കാൻ പറ്റുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തെ നിർത്താൻ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ ചാണക്യന് കഴിഞ്ഞില്ലല്ലോ എന്നൊരു കുറ്റബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ലോക്സഭയിലും നിയമസഭയിലും ഒക്കെ വരുമ്പോൾ ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലത്തിലേക്ക് സിദ്ദിഖിനെ മത്സരിപ്പിക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞിരുന്നില്ല. അതിന്റെ കേട് തീർക്കണമായിരുന്നു ഇത്തവണ. അതുകൊണ്ടാണ് വഴക്കുണ്ടാക്കി വാശി പിടിച്ച് ഈ നിലയിൽ വയനാട് പിടിച്ചു വാങ്ങി സിദ്ദിഖിന് കൊടുത്തിരിക്കുന്നത്. അത്രത്തോളം ഉമ്മൻചാണ്ടി ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് ഞാൻ ആന്ധ്രയുടെ ചർച്ചയ്ക്കാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഉമ്മൻചാണ്ടി നമ്മളോട് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ആന്ധ്രയുടെ ചർച്ചയ്ക്കൊപ്പം വയനാട് കൂടി അദ്ദേഹം ചർച്ച ചെയ്യുന്നു എന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അങ്ങനെ പിടിച്ചു വാങ്ങി കൊടുത്തിരിക്കുകയാണ് ടി സിദ്ദിഖ്. എന്തായാലും ഈ രാത്രിയിൽ നമ്മുടെ പ്രയോഗം അത് തന്നെയാണ്. ഈ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഉമ്മൻചാണ്ടിയുടെ നോമിനിയായി A ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി സിദ്ദിഖ് വയനാട്ടിൽ നിന്ന് മണ്ഡലത്തിൽ പാർലമെന്റിലേക്ക് ജനവിധി തേടുന്നു എന്നതാണ് ഈ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയെ വയനാട്ടിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾക്ക് നൽകാനുള്ളത്. നിലവിൽ വയനാടിന്റെ അവസ്ഥ ഇതാണെങ്കിലും മറ്റൊരവസ്ഥ തുടരുന്നത് വടകരയിലാണ്. ഒരുപക്ഷെ നമ്മളുടെ പ്രതിനിധി സവാദ് മുഹമ്മദ് ഡൽഹിയിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരും. വടകരയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചില അപ്രതീക്ഷിത നീക്കങ്ങളാണ്. ഈ രാത്രിയിൽ നാടകീയമായ സംഭവ വികാസങ്ങൾക്ക് ഒരുപക്ഷെ വടകര സാക്ഷ്യം വഹിച്ചേക്കാം. വടകരയിൽ താൻ മത്സരിക്കാനേ ഇല്ല എന്ന് പ്രഖ്യാപിച്ചതാണ് KPCC അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പക്ഷേ ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കണം എന്ന അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രന് പകരം വടകരയിൽ P ജയരാജനെ എതിരിടാൻ പോകുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം മണ്ഡലത്തിലുമുണ്ട്, ഒപ്പം മറ്റ് ഭാഗങ്ങളിലുമുണ്ട്. ശക്തമായ ഒരു ഫാക്സ് പ്രവാഹം. ഒരുപക്ഷെ മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ സമിതി കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഫാക്സ് പ്രവാഹമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിലേക്ക് പോയത്. എനിക്കൊന്ന് മുല്ലപ്പള്ളി എന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി വടകരയിൽ വേണം. മുല്ലപ്പള്ളി സ്വാഭാവികമായും അത് മുല്ലപ്പള്ളിയിൽ ചെന്നെത്തും. ഇപ്പോൾ കോഴിക്കോട് നിന്ന് MK രാഘവൻ ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. സുധാകരൻ കണ്ണൂരിൽ നിന്ന് ആവശ്യം ഉന്നയിച്ചു. അത് വടക്കൻ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും വടകരയിൽ കരുത്തനായ ഒരാൾ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. നമുക്ക് കുറ്റ്യാടിയിൽ സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. അതിൽ പറയുന്ന ഗൗരവമുള്ള ആരോപണം, അതായത് നിങ്ങൾ ഇപ്പോൾ ദുർബലനായ ഒരാളെ ഇവിടെ നിർത്തിയാൽ ജയരാജനുമായി ഒത്തുകളിക്കുകയാണെന്ന് ഞങ്ങൾ കരുതും എന്ന് കോൺഗ്രസ് പ്രവർത്തകർ കരുതുമെന്ന് വരെ ഉള്ള രാഷ്ട്രീയ ആരോപണം അവിടെ കോൺഗ്രസിന് മേൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇനി കോൺഗ്രസിന് ഹൈക്കമാൻഡിന് പിന്നോട്ട് പോകാൻ കഴിയില്ല. മുല്ലപ്പള്ളിയെ എതിർക്കുകയാണെങ്കിൽ പോലും ആ എതിർപ്പ് അവഗണിച്ച് അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ മലബാറിലാകെ അത് പ്രതിസന്ധി ഉണ്ടാകും. ഇപ്പോൾ ഒരുപക്ഷെ സവാദ് മുഹമ്മദ് നമ്മളോടൊപ്പം തത്സമയം ഡൽഹിയിൽ നിന്ന് ചേർന്നേക്കാം. നിലവിൽ മുകുൾ വാസ്നിക്ക് പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ മത്സരിക്കണം വടകരയിൽ എന്നാണ്. അതിന്റെ കാരണം നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ, വിജയൻ സൂചിപ്പിച്ചതുപോലെ, കോഴിക്കോട് നിന്ന് ജനവിധി തേടുന്ന MK രാഘവനെ സംബന്ധിച്ചും വടകര മണ്ഡലം വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ വടകര മണ്ഡലത്തിൽ ഉള്ള ഒരു സ്ഥാനാർത്ഥി ദുർബലനാണെങ്കിൽ അതിന്റെ പ്രതിഫലനം വയനാട്ടിൽ കൂടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ പ്രവീൺ കുമാറിനെയും വിദ്യാ ബാലകൃഷ്ണനെയുമാണ് വയനാട് മണ്ഡലത്തിൽ P ജയരാജനെ പോലെയുള്ള ഒരു വളരെ ശക്തനായ സ്ഥാനാർത്ഥിക്കെതിരെ പ്രയോഗിക്കുന്നത്. UDF-ന്റെ മണ്ഡലമാണ് വടകര.
പക്ഷേ വടകരയിൽ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസുകാരുടെ പൊതു ആവശ്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രക്ഷപ്പെടുക എന്നതാണ് ഈ വരുന്ന മണിക്കൂറുകളിൽ ഏറ്റവും കൗതുകകരമായ കാര്യം. ഒരുപക്ഷെ നമ്മുടെ ഈ പരിപാടി അവസാനിക്കുമ്പോഴോ തൊട്ടടുത്ത് ഇലക്ഷൻ ഗേറ്റ് അവസാനിക്കുമ്പോഴോ മുൻപായി തന്നെ വയനാട്ടിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കാം. ഇപ്പോൾ വിജയൻ എന്ത് വിചാരിക്കുന്നു? ഈ മൊമെന്റിൽ ഇപ്പോഴും വടകരയിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഒരു അരമണിക്കൂറിനോ ഒരു മണിക്കൂറിനുള്ളിൽ ആ സ്ഥാനാർത്ഥി പട്ടിക വന്നേക്കാം. അതിൽ എഴുതാൻ സാധ്യതയുള്ളത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയായിരിക്കും. ഞാൻ അങ്ങനെ കരുതുന്നുണ്ടായിരുന്നു. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സ്ഥാനാർത്ഥി പട്ടികയെ പറ്റി വലിയ വിമർശനം, നമ്മളത് തുറന്നു പറയാതിരുന്നിട്ട് കാര്യമില്ല, വലിയ വിമർശനമുണ്ട്. പല മണ്ഡലങ്ങളിലും പ്രതീക്ഷിച്ച പോലെയുള്ള കരുത്തന്മാരായ ആളുകൾ വന്നിട്ടില്ല എന്ന വിമർശനം നിലവിലുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അത് അടക്കം പറയുന്നുണ്ട്, ഇടത്തരം നേതാക്കൾ അത് തുറന്നു പറയുന്നുണ്ട് മാധ്യമങ്ങളോടൊക്കെ. അത്തരമൊരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വം എന്തൊക്കെ പറഞ്ഞാലും അതൊരു വിമർശനമായി നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ജയരാജനെ പോലെ ഒരാളിനെ നേരിടാൻ എന്തുകൊണ്ട് മുല്ലപ്പള്ളി തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യം ഉയരുന്നത്. അതിന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറഞ്ഞേ മതിയാവും. മുല്ലപ്പള്ളി മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായും മുല്ലപ്പള്ളിക്ക് മേൽ ഹൈക്കമാൻഡിന് വലിയ സമ്മർദ്ദമുണ്ടാകും. RMB എന്നത് ചെറിയ ഫാക്ടറാണെങ്കിലും അവിടെ 3000-4000 വോട്ടിന്റെ മാർജിനിലാണ് കോൺഗ്രസ് ജയിച്ചത്. 17,000 വോട്ടിന്റെ വരെ ഒരുപക്ഷെ വോട്ട് കാച്ച്മെന്റിന്റെ പവർ ഉള്ള പാർട്ടിയാണ് RMB. അതെ, അതുകൊണ്ട് മിനിമം 15,000. അതെ, അതുകൊണ്ട് കെ രമ കോൺഗ്രസിലെ കേരളത്തിലെ നേതാക്കന്മാരോട് ദുർബലനായ സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ അവിടേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ഞങ്ങൾ മത്സരിക്കും, പിന്തുണ എന്നത് ഞങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. VM സുധീരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ മുല്ലപ്പള്ളി മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡിനോട് നേരിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ മുകുൾ വാസ്നിക്കും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുല്ലപ്പള്ളി എന്തോ ഇപ്പോഴും നോ പറയുകയാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകും. രാഹുൽ ഗാന്ധി ഫൈനൽ കോൾ എടുക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി കൽബുർഗിയിൽ പ്രചരണത്തിലാണ്. കൽബുർഗിയിൽ പ്രചരണത്തിലുള്ള രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം ഡൽഹിയിലേക്ക് എത്തും. ഡൽഹിയിലേക്ക് കൽബുർഗി എത്തുന്നതോടുകൂടി വടകരയിലെ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക തീരുമാനമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതല്ല മറിച്ച് വിദ്യാ ബാലകൃഷ്ണന്റെ പേര് ഈ അടുത്ത ഉച്ച കഴിഞ്ഞതിന് ശേഷമുള്ള സൂചനകളിൽ എങ്ങും തന്നെയില്ല. പ്രവീൺ കുമാറിന്റെ പേരാണ് പിന്നീട് പരിഗണിച്ചത്. പ്രവീൺ കുമാറിനുള്ള സാധ്യതയാണ് പിന്നീട് പരിഗണിച്ചത്. പക്ഷേ നിലവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വടകരയിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത കൂടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനൊരു കൗതുകമുള്ളത്, പ്രവീൺ കുമാർ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി വരെ പ്രചാരണത്തിന് ഇറങ്ങാം എന്ന നിലയിൽ അദ്ദേഹം സജ്ജനായിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും അദ്ദേഹത്തോട് കാത്തിരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നത് ഏതാണ്ട് സ്ഥിരീകരിച്ചു. ആ സമയത്താണ് ഈ ഫാക്സ് പ്രവാഹം ഉണ്ടാകുന്നത്. അതാണ് അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങൾക്കാണ് ഇന്നത്തെ പകൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി സാക്ഷ്യം വഹിച്ചത്. ഒരിടത്ത് വയനാട് I ഗ്രൂപ്പിന്റെ കയ്യിലിരുന്ന മണ്ഡലം A ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി വളരെ കൃത്യമായ ഇടപെടലുകളിലൂടെ ശക്തമായ സമരത്തിലൂടെ അത് പിടിച്ചു വാങ്ങുന്നു. മറുഭാഗത്ത് അതുവരെ നമ്മൾ കരുതിയിരുന്നത് വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണ്ണയമാണ് കോൺഗ്രസിന്റെ കിറാമുട്ടി എന്നാണ്, അതൊരു കീസ്റ്റോൺ മണ്ഡലം എന്നാണ് കണക്കാക്കിയിരുന്നത്. പക്ഷെ ഉച്ചയോടുകൂടി വയനാട് നിന്നും ശ്രദ്ധ വടകരയിലേക്ക് മാറുന്നു. വടകരയിലെ സ്ഥാനാർത്ഥി, അവിടെ സ്ഥാനാർത്ഥിയെ ലഭിക്കാത്ത ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വടകരയിൽ വയനാട്ടിൽ ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികളായിരുന്നു പ്രശ്നമെങ്കിൽ വടകരയിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിൽ തട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പട്ടിക നിൽക്കുന്നത്. ഇതാണ് കോൺഗ്രസിന്റെ മണ്ഡലത്തെക്കുറിച്ച് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടും ഈ നിമിഷം നിൽക്കുന്ന ക്രൈസിസ് എന്ന് പറയുന്നത്. മുമ്പിലുള്ള സൊല്യൂഷൻ നിലവിൽ ശക്തനായ ഒരു കാൻഡിഡേറ്റ് എത്തുന്നതോടുകൂടി കോൺഗ്രസിന്റെ പട്ടിക പൂർത്തിയാകും. 16 അംഗങ്ങളെയും ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപിക്കാൻ സാധിക്കും. നമ്മൾ BJPയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരൊറ്റ ചോദ്യം വിജയകുമാർ, നിലവിൽ പല മണ്ഡലങ്ങളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു. ചില മണ്ഡലങ്ങളിലെങ്കിലും അവർ മുന്നേറി കഴിഞ്ഞു പ്രചരണത്തിന്റെ കാര്യത്തിൽ. നിലവിൽ ഇന്ന് സുധീരൻ തന്നെ പറഞ്ഞത് അങ്ങനെയാണ്. ഇത്തരത്തിലുള്ള സുധീരന്റെ ബൈറ്റ് നമുക്ക് പ്രേക്ഷകരെ കേൾപ്പിക്കുകയും ചെയ്യാം. സുധീരൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പിലെ ഈ പിടിവാശിയും തർക്കവുമെല്ലാം ജനങ്ങൾ മടുത്തിരിക്കുന്നുവെന്നാണ്. എത്രയും വേഗം പരിഹാരം കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ പറയുന്ന മണ്ഡലങ്ങളിലെങ്കിലും പ്രചരണത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം പോയിട്ടില്ലേ? തുടക്കത്തിൽ വളരെ കൃത്യമാണ് അരുൺ. പ്രചാരണത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് UDF എന്ന് പറയുന്നില്ല, കോൺഗ്രസ് അതിന്റെ മണ്ഡലങ്ങളിൽ പിറകിലാണ്. കാരണം കൺവെൻഷൻ നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂർ ആദ്യം പ്രചാരണം തുടങ്ങിയെന്നത് ശരിയാണ്. മറ്റു പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇന്നാണ് ഷാനിമോൾ ഉസ്മാൻ ഇന്നാണ് മണ്ഡലത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലെത്തുന്നത്. അങ്ങനെ എത്ര പേർക്ക് പറ്റി? ഒരുപക്ഷെ കോഴിക്കോട് MK രാഘവന് പറ്റിയിട്ടുണ്ട് നേരത്തെ. അങ്ങനെ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ മാത്രമേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും പ്രചാരണത്തിൻ്റെ കാര്യത്തിൽ ആദ്യ ലാപ്പിൽ പിന്നിലാണ് കോൺഗ്രസ്. അത് തുറന്ന് സമ്മതിച്ചേ മതിയാവും. ചർച്ച, ഗ്രൂപ്പ് തർക്കങ്ങൾ, ഏറ്റവും പ്രധാനം ഈ ഗ്രൂപ്പ് തർക്കങ്ങളിൽ തട്ടി ഇത്തരം കാര്യങ്ങൾ പിന്നോട്ട് പോകുന്നു എന്നത് മാനസികമായി കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട. എന്തായാലും ഈ രാത്രിയിൽ വയനാട് മണ്ഡലത്തിലെ ഉമ്മൻചാണ്ടിയുടെയും A ഗ്രൂപ്പിന്റെയും സർജിക്കൽ സ്ട്രൈക്കാണ് ഏറ്റവും നിർണായകമായത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. ആരാണ് BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുക? നമുക്ക് ഇടവേളയ്ക്ക് ശേഷം കാണാം.
You are watching Television Newspaper.